വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്. ഓക്കെ, ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ ആ ഒരു ഡൗട്ട് നമുക്ക് ഇന്ന് എന്താക്കാം, മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കാം. ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് എന്തൊക്കെ ടൂൾസാണ് പഠിക്കേണ്ടത്, ഇതിന് സ്കോപ്പ് ഉണ്ടോ, ഇതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ എത്രയാണ്, പിന്നെ അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അതായത് ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലിയെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ വാട്ട് ഈസ് ഗ്രാഫിക് ഡിസൈനിങ് നമ്മൾ ഗൂഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ തരാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനം. അതായത് ഈ ഇമേജ്, കളർ, ടൈപ്പോഗ്രഫി എന്നീ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് കാണുന്ന ഓഡിയൻസിനെ വിഷ്വലി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു മീഡിയം. അതാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഗൂഗിൾ പറഞ്ഞത്. ഇപ്പം അതിനെ ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെനു അല്ലെങ്കിൽ അവിടെ ചുറ്റും കാണുന്ന ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം, ഫോട്ടോസ്, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് ഗ്രാഫിക് ഡിസൈനർ. നിങ്ങൾ വിചാരിക്കും മെനു മാത്രമാണെന്ന്. മെനു മാത്രമല്ല, ഇപ്പം നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റും കാണുന്ന എല്ലാ പരസ്യങ്ങളും, എല്ലാ ഫ്ലെക്സുകളും, ഈവൻ ഈ മതിലും ഒട്ടിക്കുന്ന പോസ്റ്ററുകൾ വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കും. ഓക്കെ, ഈ സിനിമ പോസ്റ്റേഴ്സ്, അതേപോലെ തന്നെ വലിയ വലിയ ബ്രാൻഡുകളുടെ ബിൽ ബോർഡ്സ്, ഇപ്പം മെട്രോ പില്ലേഴ്സിലുള്ള ആഡ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ ഒരു 3.5 ലക്ഷം കോടിയുടെ വാല്യൂ ഉള്ള ഒരു ഡൊമൈനാണ്. അപ്പൊ ഈ 3.5 ലക്ഷം കോടി വാല്യൂ വരുന്ന ഈ ഡൊമൈനിൽ നമുക്ക് എന്തൊക്കെ ജോബ് റോൾസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഒന്ന് ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ. ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ വലിയ പേരല്ല, ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ. പേടിക്കണ്ട, ബ്രാൻഡ് ഡിസൈനർ എന്ന് പറയാം. ഈ ബ്രാൻഡ് ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഗോ, ടൈപ്പോഗ്രഫി, കളർ, അതായത് ഒരു ബ്രാൻഡ് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് ബ്രാൻഡ് ഡിസൈനർ അല്ലെങ്കിൽ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ. ഒരു ഐഡന്റിറ്റി ഡിസൈൻ ചെയ്യുന്ന ആൾ. രണ്ടാമത്തേന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഡിസൈനർ. ഈ സോഷ്യൽ മീഡിയ ഡിസൈനർ ആണ് നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഡിസൈനിങ്ങും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർ മാത്രമാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതല്ല. ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ജോബ് റോൾസിൽ വരുന്നത് ഒന്ന് സോഷ്യൽ മീഡിയ ഡിസൈനർ, പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനർ, പിന്നെ പാക്കേജ് ഡിസൈനർ. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാ ഡിസൈൻസും, പാക്കേജ് ഡിസൈൻസും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു പാക്കേജ് ഡിസൈനർ ആണ്. അപ്പൊ അതിങ്ങനെ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. എല്ലാത്തിനും അതിൻ്റെതായ കണക്കുണ്ട്, ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട്, ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു പാക്കേജിങ് എന്താവുള്ളൂ, അപ്രൂവ് ആയിട്ട് നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഷെൽഫിൽ വരുന്നത് പോലെ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഓടിപ്പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. അതൊക്കെ തറവായിട്ട് നമ്മൾ പഠിക്കാം. പിന്നെയുള്ളതാണ് പബ്ലിക്കേഷൻസ് ആൻഡ് എഡിറ്റോറിയൽ ഡിസൈൻസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ്, മാഗസീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെതായ കാര്യങ്ങൾ നോക്കുന്ന ആളുകളൊക്കെയാണ് ആ ഒരു ഫീൽഡിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഇതിലും കൂടുതലുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ബ്രാൻഡ് ഐഡന്റിറ്റി, സോഷ്യൽ മീഡിയ, പാക്കേജ്, പിന്നെ പ്രിന്റ് മീഡിയ, പിന്നെ UI/UX ഡിസൈൻ, മോഷൻ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ UI/UX ഡിസൈൻ ഒരു സെപ്പറേറ്റ് ഡൊമൈൻ ആയതുകൊണ്ട് അതിലൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഇതിൽ മെൻഷൻ ആക്കുന്നില്ല. പിന്നെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് മോഷൻ ഗ്രാഫിക്സ് ആണ്. ഈ മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണോ, എഡിറ്റിംഗിന്റെ അണ്ടറിൽ വരുന്നത്, വീഡിയോ എഡിറ്റിംഗിന്റെ അണ്ടറിൽ വരുന്നതാണോ എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. സോ നമുക്കിത് മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈൻ അണ്ടറിൽ ഇടാം. ഈ ഗ്രാഫിക് ഡിസൈൻ ഇപ്പോൾ പിന്നെ നമ്മൾ ഈ കാണുന്ന ലിറിക്കൽ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മോഷൻ ഗ്രാഫിക്സ് ആണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒരു സിനിമയുടെ ലിറിക്കൽ വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി മോഷൻ ഗ്രാഫിക്സിന് അണ്ടറിലാണ് വരും. ഇതൊക്കെയാണ് ജോബ് റോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ജോബ് റോൾസിനൊക്കെ എന്താണ് സ്കോപ്പ്, അതല്ല ഇതിൻ്റെയൊക്കെ സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്താക്കാം, അതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സാലറി പാക്കേജ്, നമുക്ക് എത്ര സാലറി എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം ടൂൾസ് ആണ്. ഈ ഒരു ഫീൽഡിലോട്ട് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നമ്മൾ കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ടൂൾസ് അറിയണം. ഇപ്പൊ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനായിട്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് അറിയേണ്ടത് അഡോബിന്റെ ക്രിയേറ്റീവ് ക്ലൗഡ് ആണ്. ഇപ്പൊ ക്രിയേറ്റീവ് സ്യൂട്ട് എന്നൊക്കെ പറയും നമ്മൾ, അഡോബ് സ്യൂട്ട്. അതിലെല്ലാ ടൂൾസും അറിയണമെന്നില്ല നിങ്ങൾക്ക്. മാൻഡേറ്ററി ആയിട്ട് ഒരു ഡിസൈനർ ആവാനായിട്ട് അറിയേണ്ടത് ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ, പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിസൈൻ.
ഓക്കെ, ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ മാൻഡേറ്ററി ആണ്, അതില്ലാതെ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അത് രണ്ടും എന്താക്കാം, എന്തായാലും പഠിക്കണം. ഇൻഡിസൈൻ ഓപ്ഷണൽ ആണ്, പഠിച്ചാൽ നല്ലതാണ്. കാരണം പ്രിന്റ് മീഡിയസിലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇൻഡിസൈൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഓപ്ഷണൽ ആണ്, അതും പഠിക്കുക. ഓപ്ഷണൽ എന്നല്ല, അതും പഠിച്ചോ, ആവശ്യം വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് AI ടൂൾസ് ആണ്. ഇമേജ് ജനറേഷൻ ആയിക്കോട്ടെ, വീഡിയോ ജനറേഷൻ ആയിക്കോട്ടെ, ഈ AI ടൂൾസ് നിങ്ങൾ പഠിക്കുക. പിന്നെ അഡോബിന്റെ തന്നെ ഫയർഫ്ലൈ ഉണ്ട്. ഇപ്പൊ ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറിജിനൽ യൂസ് ചെയ്യുകയാണെന്നില്ല, അപ്പൊ അതിൽ ഓൾറെഡി എന്താണ് ഈ ഫയർഫ്ലൈ ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താക്കാം, AI വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇമേജ് ജനറേഷൻ നിങ്ങൾക്ക് ChatGPT ജെമിനയോ യൂസ് ചെയ്യാം. അതിലൊക്കെ നമുക്ക് ഡെയിലി ലിമിറ്റിൽ ഇമേജ് ജനറേഷൻസ് പോസിബിൾ ആണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. കറന്റ് ക്യാൻവ കുറച്ച് പവർഫുൾ ആയിട്ട് വരുന്നുണ്ട്, ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ക്യാൻവ എന്നുള്ള ഒരു ടൂള് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ടൂൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ടൂൾസ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാം. പക്ഷെ ഈ ടൂൾ മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫണ്ടമെന്റൽ ഡിസൈൻ, ഫണ്ടമെന്റൽസ്, ഡിസൈൻ പ്രിൻസിപ്പിൾസ്, ലേഔട്ട്, കോമ്പോസിഷൻ, കളർ തിയറി, ടൈപ്പോഗ്രഫി, ഇങ്ങനെയുള്ള കുറച്ചധികം സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം എന്ത് ടൂൾസ് പഠിക്കാനായിട്ട്. ഇത് ഓടിപ്പോയിട്ട് ടൂള് പഠിച്ചിട്ട് ഈ വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. ടൂൾ അറിഞ്ഞ അവിടെ ഇരിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾ അറിയുന്നവരെല്ലാം എന്ത് വേണ്ടത്, ആൾക്കാർക്ക് വേണ്ടത്, ഹയർ ചെയ്യുന്നവർക്ക് ടൂൾ അറിയുന്നവരല്ല വേണ്ടത്, ഡിസൈൻ അറിയുന്നവരെയാണ്. അപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്ററും അല്ല, അത് ജസ്റ്റ് ടൂൾസ്. ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റൂട്ട് മാപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഡിസൈൻ ഫണ്ടമെന്റൽസ് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾസ്, ലേഔട്ട്, കോമ്പോസിഷൻ, കളർ തിയറി, ടൈപ്പോഗ്രഫി, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യം അത് പഠിക്കുക. രണ്ടാമത് പോയിട്ട് ടൂൾ പഠിക്കുക. ടൂൾ എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, പറ്റുകയാണെങ്കിൽ ക്യാൻവ, അതിന്റെ കൂടെ ഇൻഡിസൈൻ, അങ്ങനെ ടൂൾ പഠിക്കുക. മൂന്നാമത്തത് ഈ പഠിച്ച ടൂളും പഠിച്ച ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക, പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ആ വർക്ക്സ് വെച്ചിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. നാലാമത്തത് ഈ പോർട്ട്ഫോളിയോ വെച്ചിട്ട് നല്ല ഫ്രീലാൻസ് വർക്ക്സ് പിടിക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പോർട്ട്ഫോളിയോ വെച്ചിട്ട് നല്ലൊരു ജോബിന് അപ്ലൈ ചെയ്ത് അവിടെ കയറാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇതാണ് എന്ത് റൂട്ട് മാപ്പ് എന്തിനുള്ളത്, ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാനുള്ളത്. ഗ്രാഫിക് ഡിസൈനിങ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ സാലറി എന്താണ്, എന്തൊക്കെ ടൂൾസ് പഠിക്കണം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരാൻ പോകുന്ന ചോദ്യം AI ഒക്കെ വന്നില്ലേ, ഇനിയിപ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. AI ഒക്കെ വന്നു, ഇത് പഠിക്കണം. എന്ത് പഠിക്കണം? AI ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഈ AI ടൂൾസ് എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അതൊരു വില്ലൻ അല്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കോമ്പറ്റീഷൻ വെച്ചിട്ട് ഒരു കാര്യമില്ല. AI ടൂൾസ് വെച്ച് എങ്ങനെ ഡിസൈനിങ് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ടൈംലെസ് ആയിട്ടും ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ മുന്നൊരു ഡിസൈൻ ചെയ്യാനായിട്ട് എനിക്ക് അരമണിക്കൂർ എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു ഡിസൈൻ ചെയ്യാനായിട്ട് എനിക്ക് 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അതിന്റെ മെയിൻ കാരണം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനൊരു AI ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് എൻ്റെ വർക്ക്സ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ വേണം ഗ്രോ ചെയ്യാനായിട്ട്. AI ഒരിക്കലും ആരെ റീപ്ലേസ് ചെയ്യില്ല, കഴിവുള്ള ഒരാളെ റീപ്ലേസ് ചെയ്യില്ല. AI ഇന്റഗ്രേറ്റഡ് ആവാതെ അല്ലെങ്കിൽ AI ഒന്നും പഠിക്കാതെ ഞാൻ ഇപ്പോഴും പഴയ പോലെ തന്നെ ഫോട്ടോഷോപ്പ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ മാത്രം പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യും. AI ഇന്റഗ്രേഷൻസ് വേണം, ഡിസൈൻ ഫണ്ടമെന്റൽസ് വേണം, ടൂൾസ് വേണം. ഇതൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് വേണം എന്താക്കാനായിട്ട്, ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്. ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക, കമന്റ് ബോക്സിൽ അത് ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ അതിൽ തരാം. ഇതുപോലുള്ള യൂസ്ഫുൾ കോണ്ടന്റ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്തോ, അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചെയ്യും.